السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ മുമ്പ് കുറേ ദിക്റുകളും ദുആകളും ചില മഹത്വമേറിയ അമലുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, ഉപകാരപ്പെടണമെങ്കിൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, കൊടുത്തത് മാണിക്യമായാലും അത് സ്വീകരിക്കുന്ന ആൾക്ക് അതിൻ്റെ വില അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം കുപ്പയിലായിരിക്കുന്നത്. നിലയും വിലയും അറിയാത്ത ആളുകൾക്ക് ഒന്ന് കിട്ടിയിട്ട് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. സ്വർണമായാലും തങ്കമായാലും പവിഴമായാലും ഏതായാലും മാണിക്യമായാലും എന്ത് ലഭിച്ചാലും അതുകൊണ്ടുള്ള ഉപയോഗവും ഉപകാരവും അതിൻ്റെ നിലയും വിലയും അറിയാത്ത ഒരുത്തരാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്, അള്ളാന്റെ റസൂല് പറഞ്ഞു, 6 കാര്യങ്ങളെ കൊണ്ട് ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ തീർച്ചയായും അവന് സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പ് നിൽക്കും, സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കും എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, ആരെങ്കിലും 6 കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ, നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിനാൽ, അളുമല്ലക്കുമുൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷി നിൽക്കുന്നുണ്ട്. അത്രയും മഹത്വമേറിയ 6 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് 6 കാര്യങ്ങൾ? അല്ലാഹു റസൂൽ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കുന്ന 6 കാര്യങ്ങൾ എന്താണ്? 1, അസ്ദഖു ഇദാ ഹദ്ദസ്തു. നിങ്ങൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സംസാരിപ്പിച്ചാൽ നിങ്ങൾ സത്യം പറഞ്ഞുകൊള്ളുക, യാഥാർത്ഥ്യം പറഞ്ഞുകൊള്ളുക. സത്യത്തിന് എതിരായി പറയൽ, യഥാർത്ഥത്തിന് എതിരായി പറയൽ നിഫാഖിന്റെ അടയാളമാണ്, മുനാഫിഖിന്റെ അടയാളമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും, എവിടെയെങ്കിലും, എങ്ങനെയെങ്കിലും സന്ദർഭങ്ങളിൽ നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ സത്യം മാത്രം നിങ്ങൾ പറയുക എന്നാണ് ഒന്നാമത്തെ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നാവ് നമ്മൾ എവിടെയും സൂക്ഷിക്കണം എന്നല്ല, നമ്മുടെ ഓരോ വാക്കുകളും റഖീബ് ആക്കിയത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് അത് നാളെ നമ്മളോട് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന 100% ബോധ്യത്തോടു കൂടെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് അതിനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉടമ്പടി നൽകിയാൽ, ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറിന് നിങ്ങൾ വീട്ടണം. അതിൽ നിങ്ങൾ എന്താകാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല, എതിരാകാൻ പാടില്ല. ആ കരാറിനെ, ആ ഉടമ്പടിയെ, ആ വ്യവസ്ഥയെ അംഗീകരിക്കണം. ഒരു വ്യവസ്ഥ നമ്മൾ എഴുതിയാൽ, അല്ലെങ്കിൽ ഉടമ്പടി നമ്മൾ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കരാറ് വെച്ചാൽ അതിനെ നമ്മൾ പാലിക്കുക, അതിനെ നമ്മൾ വീട്ടുക എന്നുള്ളതാണ്. അത് അതിൻ്റെ നിലയിൽ ആ പറഞ്ഞ രീതിയിൽ നിലകൊള്ളുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങളെ വിശ്വസിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അതിനെയും നിങ്ങൾ എന്താകണം, വീട്ടപ്പെടണം. അതിന് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. വാക്കുകൊണ്ടായാലും ശരി, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണെങ്കിലും ശരി, സാമ്പത്തികമായാലും ശരി, എങ്ങനെയായാലും അതിനെ നിങ്ങൾ വീട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞത്. നാലാമത്തെ കാര്യം പറഞ്ഞതാണ്, ഫുറൂജക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുക. ഗുഹ്യസ്ഥാനത്തെ നിങ്ങൾ സൂക്ഷിക്കുക. പ്രകൃതിയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒന്നാണ് ഗുഹ്യസ്ഥാനം എന്നുള്ളത്. അത് തന്നെ അല്ലാഹു തആല പറഞ്ഞതാ, സ്ത്രീകളോടുള്ള സ്നേഹം, പ്രേമം.
അത് കാരണമായി കൊണ്ട് മനുഷ്യന്റെ ചില നിയന്ത്രണം വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ, അതിനെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാനുള്ള ഒരു ശക്തിയും കരുത്തും നിങ്ങൾക്കുണ്ടോ എങ്കിൽ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുമെന്ന്. മറ്റൊന്ന്, വഖുഫു ഐദിയക്കും, നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകല്ലേ, നിങ്ങളെ കരങ്ങളെ തടയുക എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ ഒരുത്തൻ അവന്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു റസൂൽ പറഞ്ഞതാണ്, അവന് സ്വർഗ്ഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കും, ഞാൻ ഉറപ്പ് നൽകുന്നു. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധമായ റമദാൻ, മഹത്വമേറിയ റമദാൻ, ഒരാൾക്കും ലോകമാന്യമില്ലാത്ത ഇബാദത്ത്, ഒരാൾക്കും അറിയാത്ത ഇബാദത്ത്. ലോകമാന്യം ഉണ്ടാവില്ല നോമ്പിന്. കാരണം എന്താ, ഒരാൾ കാണട്ടെ, ഒരാൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും അതിനെ നോക്കാറില്ല. അന്ന് കണ്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, ഈ അറിവുകൾ കൊണ്ടൊന്നും കിട്ടാത്ത ഒന്നാണ് ഒരു മനുഷ്യന്റെ നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞത്, ആ മനുഷ്യൻ മറച്ചു വെച്ച് ചെയ്തതായ ആമലിന് അല്ലാതെ പ്രതിഫലം നൽകുന്നവരില്ല. അപ്പൊ സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന നമ്മളുടെ പരിപാടികളിലൊക്കെ, ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യാനുള്ളത് റമദാനെ സംബന്ധിച്ച്, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഒന്നാമത്തത്, നമ്മൾ സംസാരിച്ചാൽ സത്യം പറയുക. അതുപോലെ തന്നെ ഉടമ്പടി നൽകിയാൽ അതിനെ പാലിക്കുക. ഒരു കരാർ വ്യവസ്ഥയിൽ ഏർപ്പെട്ടാൽ അത് ജാതി മതഭേദമന്യേ നമ്മളത് പാലിച്ചു കൊള്ളണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വിശ്വസിച്ചേൽപ്പിച്ചതിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഊഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുക. മറ്റൊന്ന്, വഅള്ളു അബ്സാറക്കും, ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ, വഅള്ളു അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക. വഖുഫു ഐദിയക്കും, കുറ്റകൃത്യങ്ങളിൽ നിന്ന് കൈനെ തടയുക. അപ്പോൾ 6 കാര്യമായി. ഒന്ന്, സംസാരിച്ചാൽ സത്യമേ യഥാർത്ഥമേ പറയാവൂ. രണ്ടാമത്തത്, ഉടമ്പടി നമ്മളെന്താകുക, പാലിക്കുക. മൂന്നാമത്തത്, വിശ്വസിച്ചേൽപ്പിച്ചതിന് തിരിച്ചു കൊടുക്കുക. നാലാമത്തത്, ഗൂഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുക. അഞ്ചാമത്തത്, അബുസാറക്കും, നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കുക. പിന്നെ മറ്റൊന്ന്, ആറാമത്തത് കയ്യിനെ നിയന്ത്രിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങളെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി സൂക്ഷിക്കുകയാണ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ സ്വർഗ്ഗത്തിന് വേണ്ടി ഞാൻ സാക്ഷി നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അവരുടെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.